ഇതിന് നമ്മളെ ബൈജു പത്തനംതിട്ടയില്. ഇത് എവിടെ സ്ഥലം? ഇത് എലവന്തിട്ടയില്. എത്ര കൊല്ലായി ഈ ബൈജുട്ട? 4 കൊല്ലത്തോളായി. 4 കൊല്ലായി ബൈജുട്ടൻ നമ്മളെ ഈ സ്പൈക്ക് സെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ബൈജുട്ടൻ മാത്രല്ല കേട്ടോ, ബൈജുട്ടന്റെ കെയർ ഓഫില് എത്ര ആള്, എന്തോരാളായി ഇപ്പൊ. എനിക്ക് കണക്കില്ല, നോട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകളായി ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നു. സെറ്റല്ല, എന്താണ് ഇതിനെ കുറിച്ച് പറയാൻ? അവിടെ ചെന്ന് കാണിച്ചും കൊടുക്കും. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക് നമ്മൾ അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇല്ല അത് അപ്പൊ അങ്ങനെ വല്ല ഇതിനെ എന്തെങ്കിലും നമ്മുടെ ഈ സ്പൈക്ക് സേഫ്റ്റി ഐറ്റംസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈചേട്ടനെ വേണമെങ്കിൽ നമ്പർ അതിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈചേട്ടന് വന്നാൽ അതിനെക്കുറിച്ച് അറിയാം. സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. കാരണം ഞാൻ അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുന്നവർക്കൊക്കെ അതിന് ഇവിടെ എത്തിച്ചുമായിട്ട് നമുക്ക് വൈചേട്ടനെ എത്തിച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞു കൊടുക്കും. അതെ, ഇനിയിപ്പോ പറഞ്ഞു കൊടുക്കും. ഉപയോഗിക്കുന്ന ആളാണ് ധൈര്യമായിട്ട് നമുക്ക് കുറെ ആളായില്ല ഇപ്പൊ. സേഫ്റ്റി അതാണ് മെയിൻ. ഏറ്റവും സുഖം അതല്ലേ, നമ്മൾ കയറെ വലിഞ്ഞു കയറി ഊപ്പാടും മതക്കേടും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മരത്തേക്കയറ്റക്കാരനാ. ഇപ്പം വാളുകാരനും മരത്തേക്കയറ്റക്കാനുള്ള ഇല്ലല്ല ഉപയോഗിച്ച് പഠിപ്പിക്കണം. ഇപ്പൊ വിഷ്ണു ഉണ്ടായാലും ഇതിലൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാരും അവർക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലായിടത്തും ഉണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ. അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇതൊന്നും നമ്മളെ നാട്ടിലില്ല, അവിടെ ഒന്നും ഇല്ല. ഇപ്പൊ ഈ സ്ഥലം പറഞ്ഞ ഇവിടെ വേറെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്, ആകെ 10-20 പേരേ ഉള്ളൂ. ഇത്ര തടിപ്പണിക്കാർ എത്രയേ ആളുകളുണ്ട്, പരസ്പരം അറിയാത്ത കുറെ ആളുകളാണ്. അപ്പൊ അവര് കുറെ ആളുകൾ വിളിക്കുമ്പോ പറയണത് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. അതെന്തായാലും എനിക്കതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം എത്ര ആളുകൾക്ക് നമ്മ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാതെ പുള്ളിയുടെ നമ്മളെ വൈചേട്ടന്റെ കെയർ ഓഫിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് തന്നെ എന്തോരം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ നാട്ടില്. ബൈച്ചേട്ടന് ഒരു പണി കൊടുത്തതാ. ബൈച്ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത പത്തനംതിട്ടയിലെ ആർക്കും ഈ ഐറ്റംസുകളായിട്ട്. അപ്പൊ നമ്മളെ നേരിട്ട് ഇനിയിപ്പോ വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഇനിയിപ്പോ സംശയം ഇനി അയച്ചാലും ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ള പേടിയുള്ള ആളുകൾ പല രീതിയിലുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. നാട്ടിലാളുണ്ട് ഇവിടെ വന്നാല് കിട്ടാതിരിക്കുന്നു. കാരണം അയച്ചു വന്നിട്ട് പൈസയൊക്കെ പോകുന്നു അങ്ങോട്ട് സാധനം കിട്ടിട്ട്. അതും പ്രശ്നമുള്ള കാര്യമല്ല. അല്ല, അങ്ങനത്തെ പേടിയത് ഉണ്ടെങ്കിൽ നമുക്കതിന് ഉണ്ടല്ലോ. ഇനിയിപ്പോ അതാണ് പറഞ്ഞത്, ട്രെയിനിങ് കൊടുക്കാൻ വരെ തയ്യാറാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, പിന്നെ ഇതിനെ പേടിക്കണേ ഇല്ലേ? ബാക്കില് പേരൊന്നും ഓർമ്മ വരുന്നില്ല. ഇവരൊക്കെ ഒക്കെ കോണ്ടാക്ട് ഫോണിൽ കണ്ടാൽ മാത്രമേ. പിന്നെ അപ്പൊ അങ്ങനെയാണ് ഇത്. ആർക്കും ഉപയോഗിക്കാം. കാണുമ്പോഴുള്ള ആളുകൾക്കുള്ള ഒരു പേടി ഇതൊക്കെ തന്നെ. പരമാവധി പറഞ്ഞാല് നമുക്ക് സേഫ്റ്റി നമ്മൾ തന്നെ നോക്കാം. അതായത് ഇത് പലരും ഇത് ചോദിക്കുമ്പോഴുള്ള നമുക്ക് സങ്കടം തോന്നുന്ന കാര്യം, ഇപ്പൊ ഇതിനൊരു റേറ്റ് ഇത് പറയുമ്പോ ഇത്രയും ചെലവാക്കാനുള്ളത് നമുക്ക് ഇതില്ല എന്നാണ് പറയണേ. കാരണം ഈ കൂലിപ്പണി എടുത്തിട്ട് വേണമെന്ന്. സംഗതി നമ്മൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. ഇനിയിപ്പോ എന്ത് ഡൗട്ട് ഉണ്ട്, ഇനിയിപ്പോ ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ ബൈജു ഇലവന്തിട്ട. അപ്പൊ അങ്ങനല്ലേ, അതൊക്കെ ചെയ്ത് കൊടുക്കാലോ. ഓക്കെ, അപ്പൊ പോവല്ലേ നമുക്ക്? മതിയില്ലേ? എന്തെങ്കിലും ഉണ്ടാ?